ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്രിപ്റ്റോ കറൻസി ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്ക് അത് P2P ചെയ്തിട്ട് ഒരുപാട് ബാങ്ക് ഫീസൊക്കെ വരുന്ന ആളുകളുണ്ടാവില്ലേ. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ക്രിപ്റ്റോ ഒരു ATM നമ്മുടെ ഡെബിറ്റ് കാർഡ് പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡാണ്. ഒരു റെഡോട്ട് പേ എന്ന കാർഡുണ്ട്. ആ കാർഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിപ്റ്റോ കറൻസി വിഡ്രോവൽ എടുത്ത് അത് നിങ്ങൾക്ക് നമ്മുടെ സാധാരണ ATM എന്നൊക്കെ പോയിട്ട് ക്യാഷ് നിങ്ങൾക്ക് പിൻവലിക്കാൻ പറ്റുന്ന ഒരു കാർഡാണ്. അപ്പോൾ അതിൽ രണ്ട് കാർഡുണ്ട്. ഒന്നാമത്തത് വെർച്വൽ കാർഡുണ്ട്, ഫിസിക്കൽ കാർഡുണ്ട്. വെർച്വൽ കാർഡിന് വെറും $5 മാത്രമേ വരുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ, ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ $5 നിങ്ങൾക്ക് ബോണസ് ലഭിക്കുന്നതാണ്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ കാർഡൊക്കെ പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ അതിന് വേറെ ഫീസും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിപ്റ്റോ കറൻസി സാധാരണ നമ്മൾ ATM കാർഡ് ഉപയോഗിക്കുന്ന പോലെ നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് അത് നിങ്ങൾക്ക് ഓൺലൈൻ ട്രാൻസാക്ഷൻ ഡിജിറ്റൽ കാർഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് 1 മിനിറ്റ് കൊണ്ട് തന്നെ ജസ്റ്റ് ഡിജിറ്റൽ കാർഡ് ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഫിസിക്കൽ കാർഡ്, അത് ഡിജിറ്റൽ കാർഡ് ഉപയോഗിച്ച് നമുക്ക് സാധാരണയായിട്ട് ഓൺലൈൻ ട്രാൻസാക്ഷൻസ് മറ്റ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടത്താൻ പറ്റും. ഇനി ഫിസിക്കൽ കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ATM നിന്ന് നിങ്ങൾക്ക് സാധനം വാങ്ങാനും, ഇപ്പോൾ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ സാധാരണ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും ഉപയോഗിക്കുന്ന അതേ യൂസാണ് റെഡോട്ട് പേൻ്റെ കാർഡിൽ വരുന്നത്. അപ്പോൾ ഒരുപാട് പേരുണ്ടാവും ഈ P2P ഒക്കെ അയച്ചിട്ടാണ് ക്യാഷ് മാറ്റുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്. വളരെ നിസ്സാരമായിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് ആക്റ്റീവ് ആക്കാൻ പറ്റും. അപ്പോൾ ആ കാർഡ് എങ്ങനെയാണ് ആക്റ്റീവ് ആക്കുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ച് ക്രിപ്റ്റോ കറൻസിയിൽ വിഡ്രോവൽ, ഇപ്പോൾ നമുക്ക് ഫോറക്സ് ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾ വിഡ്രോ ചെയ്യുന്ന അധികം ക്രിപ്റ്റോയിലായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ആ ക്രിപ്റ്റോ കറൻസി നിങ്ങൾക്ക് സാധാരണ നോർമൽ കാർഡ് പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു കാർഡ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് നിങ്ങൾക്ക് ആക്റ്റീവ് ആക്കേണ്ടത്, എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴെ ഇതിൻ്റെ ലിങ്കും കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾ ആക്റ്റീവ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് $5 ബോണസും ലഭിക്കുന്നതായിരിക്കും. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് $5 ബോണസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ കൊടുത്ത ലിങ്ക് ചെയ്ത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. അത് നിങ്ങളുടെ ആക്ച്വൽ ഇമെയിൽ ID കറക്റ്റായിട്ട് തന്നെ കൊടുക്കാം. ഇമെയിൽ ID കൊടുത്ത ശേഷം ആ ഇമെയിലിലേക്ക് ഗെറ്റ് OTP എന്ന് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഗെറ്റ് OTP അടിച്ചു കഴിഞ്ഞാൽ ഇമെയിലിലേക്ക് ഒരു OTP വരും. ആ OTP ഇവിടെ നമ്മൾ അടിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഗെറ്റ് $5 എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളിപ്പോൾ ആപ്പിൾ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ആപ്പിൾ സ്റ്റോറിൻ്റെയും അതുപോലെ തന്നെ ഇനി പ്ലേ സ്റ്റോർ ഉപയോഗിക്കുന്ന ആൾ, ആൻഡ്രോയിഡ് വേർഷൻ ഉപയോഗിക്കുന്ന ആൾക്ക് അതിൻ്റെ ലിങ്കും ലഭിക്കും. അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നേരെ ഏതാണ് വേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരെ റെഡോട്ട് പേയുടെ ഒഫീഷ്യൽ ആപ്പിലേക്കാണത് ചെല്ലുക. അതിനുശേഷം ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഓപ്പൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 വരും. ഒന്നാമത്തത് ഇപ്പോൾ ഇവിടെ ചെയ്ത ആളുകളുണ്ടെങ്കിൽ അത് സൈനിങ് ആണ് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഡയറക്റ്റ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവിടെ സൈനപ്പാണ് കൊടുക്കേണ്ടത്. ഓപ്പൺ ചെയ്ത് അതിന് ശേഷം നമ്മൾ മെയിൽ ID കൊടുക്കുക. നിങ്ങൾ നേരത്തെ കൊടുത്ത അതേ മെയിൽ ID തന്നെ കൊടുക്കുക കേട്ടോ. ഇവിടെ നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്ത അതേ മെയിൽ ID അപ്പോൾ ആ $5 നമുക്ക് ലഭിക്കുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് റെഫറൽ കോഡ് കൊടുക്കാവുന്നതാണ്. M2FEH എന്നുള്ള റെഫറൽ കോഡ് ഇവിടെ എഴുതിയ പോലെ കൊടുക്കാൻ പറ്റുന്നതാണ്. അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് നമ്മുടെ ഇമെയിൽ ID, നമ്മൾ കൊടുത്ത ഇമെയിൽ IDയിലേക്ക് നമ്മുടെ വെരിഫിക്കേഷൻ കോഡ് വരുന്നതാണ്. അപ്പോൾ ആ ഇമെയിൽ IDയിലേക്ക് വന്ന വെരിഫിക്കേഷൻ കോഡ് നമ്മളിവിടെ കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം പാസ്വേഡ് കൊടുക്കണം. പാസ്വേഡ് നമുക്ക് ഒരു ക്യാപിറ്റൽ ലെറ്റർ വേണം, മിനിമം 8 എങ്കിലും വേണം. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ, പിന്നെ നമ്പർ, അതുപോലെ സ്മോൾ ലെറ്റർ എല്ലാം കൂടി ഉള്ള ഒരു പാസ്വേഡാണ് വേണ്ടത്. സൈനപ്പ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. അതിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു നമുക്കിപ്പോൾ $5 അതിൽ കയറിയത് കാണാം. അതിനുശേഷം നമ്മുടെ ഗെറ്റ് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാഷണാലിറ്റി ഇന്ത്യൻ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ നെയിം കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ ലാസ്റ്റ് നെയിം, ഫസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്. പിന്നെ നിങ്ങൾ ഇതിലൊരു വെരിഫിക്കേഷൻ ഉണ്ട്. ആ വെരിഫിക്കേഷൻ നിങ്ങൾ ഏത് ഡോക്യുമെൻ്റാണ് കൊടുക്കുന്നുള്ളത് എന്ന് കൊടുക്കുക. അത് നമ്മൾ ലൈവായിട്ട് തന്നെ നമ്മൾ അപ്പോൾ തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഡോക്യുമെൻ്റ്, അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതിൽ ഡോക്യുമെൻറ്റിൽ പാസ്പോർട്ട് ഉണ്ട്, ID കാർഡ് ഉണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഏതാണ് നിങ്ങളിതുള്ളത് അത് കൊടുക്കുക. അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ അല്ലെങ്കിൽ പാസ്പോർട്ടിൻ്റെ ഏത് ID ആണ് നിങ്ങൾ എടുക്കുന്നത് അതിൻ്റെ നമ്പർ നിങ്ങളിവിടെ
കറക്റ്റായിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കാം. കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് അല്ലേ നോക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ മുകളിൽ വെരിഫൈ യുവർ ഐഡൻറ്റിറ്റി എന്ന് കാണാം. അവിടെ നമുക്ക് വെരിഫൈ നമ്മുടെ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ID പ്രൂഫ് ഉണ്ടല്ലോ അത് വെരിഫൈ ചെയ്യണം. അപ്പോൾ അതിന് വെരിഫൈ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ ആദ്യം നമ്മൾ ഫോൺ നമ്പർ ഇതുമായി അക്കൗണ്ടുമായി കണക്ട് ചെയ്യണം. അതിന് എൻ്റെ ഫോൺ കൊടുക്കുക. അതിൽ ഇമെയിലിൽ വെരിഫിക്കേഷൻ വരും. ആ വെരിഫിക്കേഷൻ കോഡ് നമ്മൾ ഒന്നുകൂടി ഇവിടെ അടിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മളെ ഫോൺ നമ്പർ കറക്റ്റായിട്ട് കൊടുക്കുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൽ വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ SMS വഴിയോ നിങ്ങൾക്ക് അതിൻ്റെ OTP വരണം ചോദിക്കും. ഞാൻ വാട്സപ്പ് കൊടുത്തത്. അതിൽ OTP ഫോൺ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ ID പ്രൂഫ് വെരിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വെരിഫൈ ഐഡൻറ്റിറ്റിയിൽ ഇൻ പ്രോഗ്രസ് കാണിക്കുന്നത്. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കാവുന്നതാണ്. ഇവിടെ ഓൾ കൺട്രീസ് എക്സെപ്റ്റ് USA അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. കണ്ടിന്യൂ കൊടുക്കുക. കംപ്ലീറ്റ് യുവർ വെരിഫിക്കേഷൻ കാണും. അതിൽ പ്രൊഫൈൽ നമ്മൾ സബ്മിറ്റ് ചെയ്തു. ഇനി ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റും അതുപോലെ സെൽഫി ഉണ്ട്. അപ്പോൾ ID വെരിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ID കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്. അതിൽ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ID ഫോട്ടോ എടുക്കണം. ലൈവായിട്ട് തന്നെ ഫോട്ടോ എടുക്കുക. അത് ഒറിജിനൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ റിജക്ഷൻ വരും. നമ്മുടെ കയ്യിൽ ഫോട്ടോ കോപ്പീസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഫസ്റ്റ് കൊടുത്തൊന്ന് ജസ്റ്റ് ബ്ലർ വന്നിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ഞാൻ വീണ്ടും റീടേക്ക് ചെയ്തു. ഡോക്യുമെൻ്റ് ഈസ് റീഡബിൾ കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക് സൈഡും കൂടി കൊടുക്കാൻ പറയും. ബാക്ക് സൈഡും കൂടി നമുക്ക് കൊടുക്കാം. ആ ഡോക്യുമെൻ്റ് ഈസ് റീഡബിൾ വീണ്ടും കൊടുക്കാം. അതിനുശേഷം നമ്മളോട് സെൽഫി ചോദിക്കുന്നതാണ്. അപ്പോൾ സെൽഫി നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ക്യാമറയിൽ ലുക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഫേസ് സ്കാൻ കംപ്ലീറ്റ് ആയി. വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് കാണിക്കും. അത് പെട്ടെന്ന് തന്നെ 1-2 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വെരിഫൈ ആവുന്നതാണ്. എനിക്ക് കുറച്ച് 1 മിനിറ്റിന് താഴെ മാത്രമേ ഇതിൻ്റെ വെരിഫിക്കേഷൻ്റെ ടൈം എടുത്തുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനൊരു മെസ്സേജ് വരുന്നതാണ്. ഇതിൻ്റെ ഓതൻറ്റിക്കേഷൻ അപ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരും. അതിനുശേഷം നമ്മൾ കാർഡ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാർഡ്സ് എന്ന് പറഞ്ഞ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കാർഡ് കാണാം. അവിടെ നിങ്ങൾക്ക് ഓഫർ ഇപ്പോൾ കാണാൻ പറ്റുന്നതാണ്. ലിമിറ്റഡ് ടൈം സെയിൽ എന്ന് പറഞ്ഞിട്ട് ഗെറ്റ് 50% ഓഫ്. അത് ഓരോ ദിവസവും ഓരോ ടൈമിലുണ്ട്. ഇപ്പം 3:30 ആ 3:30 ഞാൻ എടുക്കാൻ കരുതിയിട്ടുള്ളത്. 50% ഓഫോട് കൂടി തന്നെ നമുക്ക് ആകെ $10 വരിക. അതിൽ $5 നമുക്കിത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ $5 നമുക്ക് ബോണസും കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ക്രിപ്റ്റോ ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടും. അവർക്ക് ജസ്റ്റ് ഓൺലൈനായിട്ട് വെർച്വൽ കാർഡാണിത്. ഫിസിക്കൽ കാർഡ് വേണമെങ്കിൽ $100. അതിലും 50% 30% ഒക്കെ ഓഫറും സാധാരണ വരാറുണ്ട്. അപ്പോൾ 3:33 ഞാൻ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ബൈനോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ഡീറ്റെയിൽസ് ചോദിക്കും. നമുക്ക് ഒരു കാർഡിൻ്റെ ആപ്ലിക്കേഷൻ ഓർഡർ കാണാൻ പറ്റും. അവിടെ നമുക്ക് ബില്ലിംഗ് അഡ്രസ്സ് ഉണ്ട്. ബില്ലിംഗ് അഡ്രസ്സ് കൊടുക്കുക. കാർഡ് ഹോൾഡർ നെയിം കൊടുക്കുക. കാർഡിൽ എന്താണോ പ്രിൻറ്റ് ചെയ്യേണ്ടത് അതായിരിക്കും ഇവിടെ വരിക. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും പ്രിൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ കൺട്രി ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടാവും. പിന്നെ അഡ്രസ്സ് കൊടുക്കുക. അഡ്രസ്സ് ലൈൻ 2 സ്റ്റേറ്റ്, അതുപോലെ സിറ്റി, പിൻകോഡും കൂടി കൊടുത്തു കഴിഞ്ഞാൽ സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അത് കൺഫേം ബില്ലിംഗ് അഡ്രസ്സ് കാണാം. അത് കൊടുത്തതിന് ശേഷം നമുക്ക് പേ എന്ന് കാണാം. പേ എന്നുള്ള കൊടുത്താൽ അപ്പോൾ $5 50% ഓഫാണ്. $5 നമുക്ക് ഈ കാർഡ് പർച്ചേസ് ചെയ്യാൻ പറ്റും, ആക്റ്റീവ് ആക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ കാർഡ് ആക്റ്റീവ് ആയിട്ടുണ്ട്. യുവർ കാർഡ് ഈസ് റെഡി എന്ന് കാണിക്കുന്നുണ്ട്. ഇത് ഉപയോഗിച്ച് നമുക്ക് ഓൺലൈൻ ട്രാൻസാക്ഷൻസ് മറ്റു കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും. ഇനി ഫിസിക്കൽ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ATM ന്ന് പൈസ വിഡ്രോ ചെയ്യാൻ പറ്റും. ക്രിപ്റ്റോ മാത്രം ഉപയോഗിച്ച് ക്രിപ്റ്റോ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇതിലേക്ക് വരുത്തിയിട്ട് നമുക്ക് ATM ഉപയോഗിച്ച് നമുക്ക് ട്രാൻസാക്ഷൻസ് ക്രിപ്റ്റോ INR നമുക്ക് പിൻവലിക്കാനും പറ്റുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഉപയോഗിക്കാം. താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഈ ഒരു കാർഡ് ആക്റ്റീവ് ആക്കാൻ പറ്റുന്നതാണ്. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.